JCI അലൂമിനി ക്ലബ്ബ് ദേശീയ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വടകര JCI മുൻ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പിന് വടകര JCI അലൂമിനി ക്ലബ്ബ് നേതൃത്വത്തിൽ സ്വീകരണം നൽകി. എനിക്ക് ഒറ്റക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങളില്ലാതെ ഞാനും ഉണ്ടാവില്ല JCI പ്രസ്ഥാനത്തിൽ. അത് പൂർണ്ണ ബോധത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം ഉത്തരവാദിത്തം ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. വെറുതെ പറഞ്ഞതല്ല, നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. മകളിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, എന്നെ പറ്റിയിട്ട് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇതെല്ലാം ശരിയാണോ. ഭാര്യ അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് നിന്നിട്ട് വേറെ ഒരു ശരിയും ചിരിക്കുന്നുണ്ട്. മോൻ ഇങ്ങനെയാണ് അച്ഛൻ എന്നുള്ള രീതിയിൽ മകൻ്റെ ഒരു മുഖവും ഞാൻ കാണുന്നുണ്ട്. അതാണ് ഞാൻ കണ്ടിട്ട്, ഞാൻ അവരെയാണ് ഞാൻ മുഖം നോക്കുന്നുണ്ടായത്. പക്ഷേങ്കിൽ വീട്ടിൽ നിന്ന് JCI പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ രക്തത്തിലുള്ളൊരു സാധനമാണ്. ഏത് സമയവും JCI നമ്മൾ ആ ഒരു നാഷണൽ കോർഡിനേറ്റർ പോസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതെല്ലാം നിർത്തി അമ്മയെ ഭാര്യയെ എന്ന് പറഞ്ഞൊരാളാണ്. അത് കഴിഞ്ഞ് 2000 കൊറോണ കഴിഞ്ഞ സമയത്തുണ്ട് ഒരാളുടെ വിളി ആദ്യം എനിക്ക് വരുന്നത്, രഞ്ജീവേ നിനക്കൊരു പോസ്റ്റ് ഉണ്ട് കേട്ടോ, നീ എന്തായാലും അത് ഏറ്റെടുക്കണം. ജയതീരേട്ടനാണ് വിളിച്ചത് എന്നെ. ഞാൻ എന്തായാലും അതെല്ലാം പറയാം, നീ കോഴിക്കോട് വരണം, പോസ്റ്റ് ഇട്ടുന്നോ നോക്കുമ്പോൾ സോൺ വൈസ് ചെയർമാൻ JCI അലൂമിനി ക്ലബ്ബ്. ഇതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലത്തെ ഒരു പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നുണ്ടായത്. ഇങ്ങനെയോ നല്ല മുഖം ഭാര്യയുടെ സമയത്തും അമ്മക്കും നല്ല മൂടുള്ള സമയത്തും ഞാൻ ഏതെങ്ങനെയല്ലോ അവതരിപ്പിച്ചു, ആ സ്ഥാനത്തിലേക്ക് എത്തി. അമ്മ ഇത് മാത്രമേ ഉള്ളൂ, ഇനി അങ്ങോട്ടേക്ക് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷമല്ല നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഞാൻ സമയം തെളിയിപ്പിക്കുന്നില്ല. പിന്നെ ഈ നാഷണൽ ഇതിൽ നിൽക്കുന്നുണ്ട്, നിങ്ങളെല്ലാം വളരെ ആഗ്രഹത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിർത്തരുതെന്ന്. പക്ഷേ ആ ബാക്കിലിരിക്കുന്ന 4 ആളും 3 ആളും പറയുന്നുണ്ടാവും ഇത് മുന്നോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അവരെ മനസ്സിലുണ്ടാവുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഞാൻ നിർത്തും അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇനിയും ഞാൻ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിലോട്ടുള്ള സർവേഷൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്താണ് ഇപ്പോൾ എടുത്തത് അത് ചെയ്യാം. ബാക്കി നമ്മൾക്ക് വരേണ്ടത് നമ്മൾ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അർഹതപ്പെട്ട നമുക്ക് വരുന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഞാൻ മാഹി ജൂനിയർ ചേംബർ എന്നുള്ള ഇതിലായിരുന്നു ഞാൻ എൻ്റെ തുടക്കം. ഷൈജു TK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദേവിദാസ് K അധ്യക്ഷത വഹിച്ചു. JCI മുൻ ദേശീയ അധ്യക്ഷൻ രാംകുമാർ മേനോൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ലേറ്റ് ആയിട്ട് എൻ്റെ ടീമിൽ ജോയിൻ ചെയ്ത ഒരാളാണ് രഞ്ജീവ് ആസ് എ നാഷണൽ കോർഡിനേറ്റർ എംപവറിംഗ് യൂത്ത്. പക്ഷേ ആ ഒരു കൊല്ലം കഴിയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ പോലെ മൈ ഔട്ട്സ്റ്റാൻഡിങ് നാഷണൽ കോർഡിനേറ്റർ വാസ് JC രഞ്ജീവ്. പിന്നീടുള്ള വർഷങ്ങളിൽ എംപവറിംഗ് യൂത്ത് എന്ന് പറയുന്ന ആ പോർട്ട്ഫോളിയോയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു, തല്ലായിരുന്നു എനിക്ക് എംപവറിംഗ് യൂത്ത് ആവണമെന്നുള്ളത്. അത് കഴിഞ്ഞ് എത്ര പേര് അതിൽ പെർഫോം ചെയ്തു എന്നതിനേക്കാളും രഞ്ജീവ് ആ ഒരു കൊല്ലം എംപവറിംഗ് യൂത്തിൻ്റെ നാഷണൽ കോർഡിനേറ്ററായിട്ട് പെർഫോം ചെയ്ത ആ ഒരു കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പിന്നീട് അങ്ങോട്ട് കാഴ്ചവെക്കാൻ ഏതെങ്കിലും നാഷണൽ കോർഡിനേറ്റർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. സോ ഈസ് എ പെർഫോമർ. ഞാൻ പലപ്പോഴും പല പ്രസംഗങ്ങളിലും കുട്ടികളോടായാലും വലിയ ആൾക്കാരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി എ ലീഡർ യു നീഡ് ടു ഹാവ് എ PhD. എൻ്റെ PhD ഡോക്ടറേറ്റ് അല്ല, എൻ്റെ PhD എന്ന് പറയുന്നത് യു നീഡ് ടു ഹാവ് എ പാഷൻ, അഭിനിവേശം ഉണ്ടാവണം. ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം, അത് എത്രത്തോളം സ്നേഹത്തോടെ അഭിനിവേശത്തോടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഹങ്കർ, H എന്ന് പറയുന്ന ഹങ്കറാണ്. യു നീഡ് ടു അത്വരെ ഉണ്ടാവണം. എന്ത് കാര്യം ചെയ്യാൻ അത് വിജയിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തണം, അതിൻ്റെ വിജയത്തിലേക്ക് എത്തണം എന്നുള്ള ത്വര അദ്ദേഹത്തിൻ്റെ അത് ജന്മന കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ്. ആൻഡ് യു നീഡ് ടു ഹാവ് ഡിസിപ്ലിൻ. D എന്ന് പറയുന്നത് PH കഴിഞ്ഞ് D എന്ന് പറയുന്നത് യു നീഡ് ടു ഹാവ് എ ഡിസിപ്ലിൻ പേഴ്സൺ. അത് നമ്മൾ ഓരോരുത്തർ പറഞ്ഞൊരു ഗുരുസ്വാമി ആയാലും അല്ലെങ്കിൽ ഓരോ കാര്യത്തിലായാലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് രഞ്ജീവ് എന്ന് പറയുന്നത്. So he is a perfect person for who to be a leader. PhD, he have a passion, he have a hunger, he have a discipline towards your life, towards the organization. ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അത് റെഡ് ക്രോസ് ആയിക്കോട്ടെ, റോട്ടറി ആയിക്കോട്ടെ, JCI എന്നുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, JAC ആയിക്കോട്ടെ, he is having that all these 3 qualities, passion, hunger and discipline. ഇനിയും മുമ്പോട്ട് ഈ ഒരു JAC ആയിക്കോട്ടെ ഏത് ഓർഗനൈസേഷനിലും ജീവിതത്തിൽ ഒരു ആക്റ്റീവ് സിറ്റിസണായിട്ട് മാറാനായിട്ട്, ഹീസ് എ ആക്റ്റീവ് സിറ്റിസൺ ബട്ട് സ്റ്റിൽ ഇനിയും അങ്ങോട്ടൊരു ആക്റ്റീവ് സിറ്റിസണായിട്ട് മാറാനായിട്ട് രഞ്ജുവായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മുൻ ദേശീയ നേതാക്കളായ അനൂപ് V, ജയധീർ P, JCI ഇന്ത്യൻ നാഷണൽ വൈസ് പ്രസിഡന്റ് രാകേഷ് നായർ, സോൺ പ്രസിഡന്റ് ഗോകുൽ JB, ജയഗോപാൽ ചന്ദ്രശേഖരൻ, രവീന്ദ്രൻ ചള്ളയിൽ, അജീഷ് ബാലകൃഷ്ണൻ, നവനീത് B, ഹരീഷ് ജയരാജ്, PC ബാൽറാം,
ഷംസുദ്ദീൻ, സനൂജ് എ, സംഗീത മനോജ്, രാജേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു. അനൂപ് കുമാർ നന്ദി പറഞ്ഞു.